ഗവൺമെൻറ് സംവിധാനത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയാണ് ചീഫ് സെക്രട്ടറിയുടെ. ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ആളാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ ക്യാബിനറ്റിൽ പ്രതിഫലിക്കുന്ന ജനവികാരം അല്ലെങ്കിൽ ഗവൺമെൻറ് വികാരം എന്താണെന്ന് നേരിട്ടറിയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ ചീഫ് സെക്രട്ടറി ശ്രീ ജെ തിലകിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിമുഖം ഞാൻ കാണുകയുണ്ടായി. വളരെ ഷോക്കിംഗ് ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത്. നമ്മുടെ ചീഫ് സെക്രട്ടറിയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത്? ആരാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ന് ജനം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ കൊടുക്കുന്ന പണം, നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആളുകളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി തൊട്ട് വലിയ ഓഫീസിലെ അറ്റൻഡർ വരെയുള്ള എല്ലാ ആളുകളും. അപ്പോൾ അങ്ങനെ ഒരാളാണ്, വളരെ കുഴപ്പം പിടിച്ച ഒരാളാണ്, വളരെ അൺപാർലമെൻ്ററി ആയിട്ടാണ് താങ്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ശ്രീ ജെ തിലക് എന്ത് അപരാധമാണ് കാണിക്കുന്നത്? എവിടെയാണ് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയത്? അതായത് ഗോകുമാർ പറഞ്ഞതുപോലെ ഈ സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അധികാരിയാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ നമുക്കറിയാം, ഒരു 10-30 വർഷക്കാലത്തെ സേവനമൊക്കെ കഴിയുമ്പോഴാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ IPS കിട്ടിയ ഒരു DGP ആയിട്ട് റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആവുന്നത്. നേരത്തെ ഗോകുമാർ പറഞ്ഞതുപോലെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. ഒരു സർക്കാർ സംവിധാനത്തിലെ എല്ലാ വകുപ്പുകളുടെയും ഒരു പരമോന്നത തലവൻ ആണ് ചീഫ് സെക്രട്ടറി. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിമാർക്കൊപ്പം പോലും സ്ഥാനം കൽപ്പിക്കാവുന്ന ഒരു സ്ഥാനമാണ് ചീഫ് സെക്രട്ടറി. ആ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട്. അതിൽ പേര് കേട്ടവരിരുന്നിട്ടുണ്ട്, പേര് കേൾക്കാത്തവരിരുന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആ സ്ഥാനത്ത് ഇരുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ജയതിലകാണ് എന്ന് നിസ്സംശയം പറയാം. ആ ജയതിലകുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിടി പരാതികൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ആ പരാതികൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വേണ്ടൊരു ഒരു 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 5-6 സ്ത്രീകൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ആ പരാതി 2 വർഷമായിട്ട് പൂർത്തി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ പരാതികൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ പരക്കുന്നത്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഇത്രയേറെ ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ചീഫ് സെക്രട്ടറിമാർ മുമ്പ് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയേറെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പ്രധാനം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വരുമാനം കുറച്ച് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരാണ്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിലാണ് ഒരു ഭംഗിയെന്നേരാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. 2000-ൽ കൊല്ലത്ത് കളക്ടറായിരിക്കുമ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ വനിത ഗിറ്റാർ പഠിപ്പിക്കാൻ വരും. അവരുമായിട്ട് 8 മണി 9 മണി വരെ ഇരുന്ന് ഗിറ്റാർ കൊടുത്താൽ അപ്പോൾ അത് വലിയ പ്രശ്നമായി. അന്ന് ഒരു ജൂനിയർ IAS ഉദ്യോഗസ്ഥൻ അയാളെടുത്ത് ചെന്നിട്ട്, എന്തിനാണ് നിങ്ങൾ ഈ രാത്രി ഗിറ്റാർ പഠിക്കുന്നത്, രാവിലെ പഠിച്ചു കൂടി നിങ്ങൾക്ക്? എന്താ പ്രശ്നം, ഞാൻ രാത്രി തന്നെ പഠിച്ചെന്താ പോകണം. അപ്പോൾ അന്ന് 2000 മുതൽ തന്നെ ആലോചിച്ചോളൂ, ഇപ്പോൾ 1/4 നൂറ്റാണ്ടായി. 2000 മുതൽ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ വിഷയത്തിൽ ഒരു പിടി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇയാളുടെ പരസ്ത്രീ ബന്ധം, ഇയാളുടെ ഭാര്യ ഡൈവോഴ്സായി പോയി, പിന്നെ അവർ തിരിച്ചു വന്നു കേൾക്കുന്നു, ഒരു മുസ്ലിം സ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇയാളുടെ ക്യാബിനിൽ AC കൂട്ടിയിട്ടിട്ട് സ്ത്രീകളുമായിട്ടിരുന്നിട്ട് ഉള്ള സംസാരങ്ങൾ, അയാളുടെ റബ്ബർ ബോർഡ് ചെയർമാനായിരുന്നപ്പോഴത്തേക്ക് എന്തോ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പഞ്ചഗുസ്തി പിടിക്കുന്ന കാര്യങ്ങൾ. അത് മുതൽ ഇപ്പം ഞാൻ ഏറ്റവും പുതിയതായിട്ട് കേട്ടത് ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ, അവർ പല സ്ഥലങ്ങളിൽ കളക്ടറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളവരാണ്. അവരൊരു വടക്കേ ഇന്ത്യക്കാരിയാണ്.
അവർക്ക് കേരളം വിട്ടു പോകേണ്ടി വന്നു ഇയാളുടെ പീഡനം കൊണ്ട്. ഞാനൊരു ഘട്ടം കൂടെ പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവർ ചെറുപ്പക്കാരിയായിരുന്നു, അവരുടെ ഭർത്താവ് വടക്കേന്ത്യക്കാരായിരുന്നു, കേരളം വിട്ടു പോകേണ്ടി വന്നു. അത്രയ്ക്ക് ശല്യം ഇയാളിൽ നിന്നുണ്ടായി. വേറൊരു IAS ഉദ്യോഗസ്ഥയെ ഇയാൾ നിരന്തരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തിട്ട് അവസാനം അവർക്ക് അവരുടെ വീട് മാറ്റത്തിൻ്റെ അന്ന് പോലും വീട്ടിൽ ചെല്ലാൻ അയാൾ അനുവദിച്ചില്ല. അയാൾക്ക് വഴങ്ങാഞ്ഞു. വേറൊരു മലയാളി IAS ഉദ്യോഗസ്ഥയെയും ഇയാൾ ഈ നിലയിൽ വലിയ തോതിൽ അവരുടെ മേൽ ലൈംഗിക സമ്മർദ്ദം ചെലുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ 5-6 വർഷക്കാലമായിട്ട് ഇയാളുടെ കൂടെ ഒരു PA ഒരു സ്ത്രീയെ കൊണ്ടു നടക്കുമെന്നും ഇയാൾക്ക് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ റോളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളുടെ കോപ്പി തന്നെ, ഇപ്പോൾ തെളിവിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരാതികളുടെ കോപ്പി തന്നെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ഇയാളുടെ ഭാര്യ ഡൈവോഴ്സായതുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ ഇയാളുടെ പരസ്ത്രീ ബന്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞത്. അവരൊരു IAS ഉദ്യോഗസ്ഥയാണ്, ഞാൻ പറയുന്നില്ലെന്നേ. അപ്പോൾ അത് സ്ത്രീ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഇനി അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുട്ടിൽ മരം മുറി എന്ന് പറഞ്ഞ് കേരളം കണ്ട എക്കാലവും കണ്ട ഏറ്റവും വലിയ മരം കൊള്ളയ്ക്ക് കാരണഭൂതമായ ഉത്തരവ് ഇറക്കിയത് ഇയാളാണ്. അതന്ന് ഓർമ്മയുണ്ടെന്നറിയില്ല, 2020 മറ്റോ ഈ പട്ടയഭൂമിയിൽ കിളുത്ത് വരുന്നതും നേരത്തെ ഉണ്ടായിരുന്നതുമായിട്ടുള്ള രാജകീയ മരങ്ങളുണ്ട്, തേക്ക് കിട്ടി. രാജകീയ മരങ്ങൾ വെട്ടാൻ പാടില്ലെന്നാണ്. അത് വെട്ടാമെന്നും അത് വെട്ടുന്നതിനെ എതിർക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടി സ്വീകരിക്കുന്നു പറഞ്ഞൊരു ഉത്തരവ്, അങ്ങനെ ഒരു ഉത്തരവ് കേരളത്തിൽ ചരിത്രത്തിൽ വരെ ഇറങ്ങിയിട്ടില്ല. അത് ഇയാളാണ് ഇറക്കിയത്. ഇയാൾ ഇറക്കിയിട്ട് എന്ത് ചെയ്തു? ആ ഓർഡർ 90 ദിവസം നിലനിർത്തി കൊടുത്തു. അതിനിടയിൽ ആ മരം കൊള്ളക്കാരൻ്റെ ചാനലുണ്ടല്ലോ, മരം കൊള്ളക്കാരനൊക്കെ വന്നിട്ട് 100 കണക്കിന് കോടി രൂപയുടെ മരം അയാൾ മുറിച്ചുകൊണ്ട് പോയി. 90 ദിവസം കൊണ്ട് മരം മുറിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഉത്തരവങ്ങ് റദ്ദാക്കി. അന്ന് അതിന് കൂട്ടുവന്ന ആൾ ഇയാളാണ്. അതുപോലെ അനിൽ ബോസ് എന്ന് പറഞ്ഞ ഒരാൾ ഇയാളുടെ വരുമാനം സ്വത്തിൽ ഇയാളുടെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് ഇയാൾക്കുണ്ടെന്നും പറഞ്ഞിട്ട് വിജിലൻസിന് പരാതി കൊടുത്തു. ഇത്രയേറെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ കേരളത്തിലെ ഉദ്യോഗസ്ഥ ശ്രേണിയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് ശ്രീലമ്പടന്മാരെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഏറ്റവും വലിയ ശ്രീലമ്പടന്മാരുണ്ട് ആയിട്ടാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ഒന്ന് ഇയാളും ഒന്ന് P ശശിയും. മനസ്സിലായി? അപ്പം ഇതൊക്കെ കൊടുക്കുന്ന, ഇത് താഴെത്തട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്ത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട സ്ത്രീയുടെ പരാതി വന്നപ്പോഴത്തേക്ക് ഉടനെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നു മേടിച്ചു. അത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൊടുത്തു, അയാൾ FIR ഇട്ടു, അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഇയാൾക്കെതിരായിട്ട് 2 വർഷം മുമ്പ് മുതൽ പരാതികളുണ്ട്. ആ പരാതികളൊന്നും മുഖ്യമന്ത്രി തൊട്ട് നോക്കിയിട്ടില്ല. അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയ തെറ്റായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ഞാനിപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് ഈ ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ടാണ്. ഇതുപോലെ തന്നെ പിണറായി വിജയന് കീഴിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വേറൊരു IAS ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ടും ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പുറത്തു വരും. എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ സ്ത്രീകളുടെ കാര്യത്തിലും ഇത്രയേറെ സ്വത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഈ ചീഫ് സെക്രട്ടറി എന്നൊരു സെലക്ഷൻ പോസ്റ്റാണല്ലോ. അപ്പം വളരെ കവറ്റബിൾ പോസ്റ്റാണ് അത്. കാരണം ഏത് IASകാരൻ്റെയും മോഹമാണ് ചീഫ് സെക്രട്ടറി ആകുക എന്നുള്ളത്. അപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയെ ഈ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്യുമ്പോഴേ അതിന് ചില നോംസ് ഇല്ല. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണല്ലോ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തെ അവിടെ നിയോഗിച്ചവർ ഇതൊന്നും പരിഗണിക്കാതെ താങ്കൾ പറഞ്ഞതുപോലെ വളരെ മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു IAS ഓഫീസറെ ചീഫ് സെക്രട്ടറി ആക്കി. അതെങ്ങനെ സംഭവിച്ചു? അത് അല്ല ഗോപകുമാർ, ഇതിനകത്ത് ഗോപകുമാർ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു സംവിധാനത്തിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഇവിടെ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രി തന്നെ. സ്വർണ്ണക്കള്ളക്കടത്ത്, $കള്ളക്കടത്ത്, മകളുടെ മാസപ്പടി കേസ്, എത്രയെത്ര അഴിമതി വിഷയങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട്.
അപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ ആരോപണ വിധേയനായി നിൽക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ അയാളുടെ ഓഫീസ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കി. അയാളുടെ ഓഫീസിൽ അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി, അയാളെ സ്ത്രീകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് CPM 2010 പുറത്താക്കിയ ഒരാളാണ്. അയാളെ തിരിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. അയാളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുറത്ത് വരുന്നത്. അയാളുടെ മൊബൈൽ ഫോണൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രാത്രി പകലാകുമെന്ന് പറയുന്നത് അതുപോലെ. അതിപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന സംഭവമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളത്. പിന്നുള്ള ഒരാളാരാ? അയാളുടെ പേരാണ് CM രവീന്ദ്രൻ. CM രവീന്ദ്രനെ കുറിച്ചിട്ട് എന്തുമാത്രം ആരോപണങ്ങൾ. ഊരാളുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ, അത് നോക്കി നടത്തുന്നത് തന്നെ ഇയാളാണെന്നാണ് പറയുന്നത്. എത്രയോ കോടി രൂപ അയാളും അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. അയാൾ ആരോപണ വിധേയനാണ്. അതുപോലെ തന്നെ ഇയാളുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് അയാളെ കുറിച്ചിട്ട് ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തോ ഒരു പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അയാളെ കുറിച്ചിട്ടൊക്കെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പിടി പരാതികളാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി KM എബ്രഹാം എന്ന് പറഞ്ഞ ആൾ അവിടെ ഇരിപ്പുണ്ട്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ സ്റ്റേയിൽ നിൽക്കുന്ന ആളാണ്. അയാളെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അപ്പം ആരോപണ വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആയിരിക്കെ സ്വാഭാവികമായും ഇതുപോലുള്ള ആളുകളെ പിന്നെ ഇതുപോലുള്ള ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരു റൂളും ചട്ടമൊന്നും നോക്കാൻ അയാൾ തയ്യാറാവുകയില്ല. ഇപ്പം ശിവശങ്കരൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കി. ശിവശങ്കരൻ അയാളുടെ കൂടെ ഇരുന്നപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പച്ചയ്ക്ക് അയാൾക്കും അയാളുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ശിവശങ്കരൻ നടത്തിക്കൊണ്ടിരുന്നത്. ശിവശങ്കരൻ അയാൾ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ശിവശങ്കരൻ പോയി പിന്നെ ഒന്നര വർഷക്കാലം ജയിലിൽ കിടന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ നീതിയും നിയമവും എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി ശരിയായ രീതിയിൽ ഭരണക്രമം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളെ കുറിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഴിമതിക്കും അയാളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അയാളുടെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു സാധുത കിട്ടണമെങ്കിൽ ഇതുപോലുള്ള അഴിമതിക്കാരും സ്ത്രീലമ്പടന്മാരുമായിട്ടുള്ള ആളുകൾ അയാളുടെ ചുറ്റും കൂടിയിരുന്നാൽ മാത്രമേ അയാൾക്ക് സൊസൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അയാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളിൽ നിന്ന് നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞ പോലെ അയാളിൽ നിന്ന് ശരിയായ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നാൽ ആയിരിക്കണം നമുക്ക് അത്ഭുതം എന്ന് എനിക്ക് തോന്നുന്നു. അയാളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ജനങ്ങളുടെ ഒരു അവസ്ഥ എത്ര പരിതാപകരമായിരിക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ അതിനകത്ത് നിന്ന് നമ്മൾ കാണേണ്ടതുള്ളൂ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു ജനകീയ ഭരണ സംവിധാനത്തിൽ ശക്തമായ മീഡിയ ഉള്ള ജനകീയ ഭരണ സംവിധാനം. അവിടെ ചീഫ് സെക്രട്ടറി അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ താങ്കൾ പറയുന്നത് തന്നെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, രാജാഭരണം നടക്കുന്ന കാലത്ത്, തിരുവിതാംകൂർ രാജഭരണം നടക്കുന്ന കാലത്ത് രാജഗോപാലാചാരി എന്ന് പറഞ്ഞൊരു ദിവാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെ മോശമായ പരാതികൾ വന്നപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ ചർച്ച വന്നു. ശ്രീമൂലം പ്രജാസഭയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ ചില ലേഖനങ്ങൾ, അക്കാലത്തെ ലേഖനങ്ങൾ വായിച്ചാൽ നമ്മൾ ഭയന്നു പോകും. രാജാവ് ഭരിച്ചിരിക്കുമ്പോൾ ഒരു മീഡിയയ്ക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചരിത്രം വിഷയമായിട്ട് എടുത്ത് പഠിച്ച ഒരാളാണ്. അതുപോലെ തന്നെ CP രാമസ്വാമി അയ്യരെക്കുറിച്ച് ശ്രീമൂലം പ്രജാസഭയിൽ എത്ര രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അന്ന് ശ്രീമൂലം പ്രജാസഭയിലുണ്ടായിട്ടുണ്ട്, രാജാവിരിക്കുന്ന കാലത്താണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ പത്രങ്ങളിൽ, രാജഭരണമുള്ള കാലങ്ങളിൽ പത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മുടെ നിയമസഭയിൽ ഭരണപക്ഷം അത് പറയുന്നില്ല, ഓക്കെ, സമ്മതിക്കുന്നു. പ്രതിപക്ഷത്ത് കുറച്ച് ആത്മാക്കളുണ്ടല്ലോ, അവരുടെ കൂടെ ചീഫ് സെക്രട്ടറി അല്ലേ അദ്ദേഹം. ചീഫ് സെക്രട്ടറിക്ക് സ്വഭാവദൂഷ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ അസംബ്ലിയിൽ ഇതിനെ ചർച്ചയാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല? അല്ലേ ഗോമർ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണപക്ഷത്ത് നമുക്ക് എടുക്കാം ആദ്യം, അതിനുശേഷം ഭരണപക്ഷത്തിനും യഥാർത്ഥത്തിൽ ഇതിനെതിരെ എതിർപ്പ് ഉയർന്നു വരേണ്ടതാണ്. അത് വരാത്ത എന്തുകൊണ്ടാണ്? ഭരണപക്ഷത്ത് ഇതുപോലെയുള്ള ആരോപണ വിധേയർ ഒരു പിടിയുണ്ട്. പി ശശിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. മന്ത്രിസഭയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ KV ഗണേഷ് കുമാറുണ്ട്. സോളാർ പരാതിക്കാരിയിൽ ഒരു കുട്ടിയുണ്ടെന്ന് CBI അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ വന്നു. അയാൾ മന്ത്രിയായിട്ടിരിക്കുകയാണ്. MLA ആയിട്ടുള്ള മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതാണ്. അയാൾ MLA ആയിട്ടിരിക്കുക. ഇനി നിങ്ങൾ പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോപി കോട്ടമുറിക്കലിനെ കുറിച്ചിട്ട് അയാളുടെ പാർട്ടി നേതാവുമായി തന്നെ അവിഹിത ബന്ധം പാർട്ടി ഓഫീസിൽ വെച്ചുണ്ടായിരുന്നുള്ള ആരോപണങ്ങൾ വന്നതാണ്. PK ശശിയെ കുറിച്ചിട്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം
ഭരണപക്ഷത്ത് നിന്ന് ഇതിനെതിരെ ഒരു മുരടക്കം പോലും ഉണ്ടാവില്ല. കാരണം ഭരണപക്ഷത്ത് ഇതുപോലെ ആരോപണങ്ങൾ കേട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു പിടി ആളുകൾ ഭരണപക്ഷത്തുണ്ട്. ഇനി പ്രതിപക്ഷത്തേക്ക് വന്നാലോ, പ്രതിപക്ഷത്തും ഇങ്ങനെയുള്ളവരുണ്ട്. തെറ്റായാലും ശരിയായാലും ആരോപണ വിധേയനായിട്ടുള്ള ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അതുപോലുള്ള ആളുകൾ പിന്നെ അതിനകത്തുണ്ട്. CPM-മായി അവിഹിത ബന്ധം പുലർത്തുന്നവർ UDF-നകത്തുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ CPM-ആയിട്ടും ഇപ്പോഴും ബന്ധം പുലർത്തുന്നവരുണ്ട്. പല നേതാക്കന്മാർക്കെതിരെയും ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരും മിണ്ടില്ല. ഇപ്പോൾ അത് പുതുതായിട്ടല്ലേ PT കുഞ്ഞുമ്മദിനെ കുറിച്ചിട്ട് വന്നത്. 76 വയസ്സുള്ളൊരു പടുകളവനാണ്. അയാളൊരു സിനിമാ സംവിധായക കടന്നു പിടിച്ചെന്നും പറഞ്ഞിട്ട് വന്നു. അതും ഇവിടുത്തെ പിന്നെ പ്രതിപക്ഷങ്ങൾ ഏറ്റെടുക്കുന്നില്ല. ഒരു ലൈംഗിക ആരോപണ കേസുകളും പ്രതിപക്ഷങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ സ്വന്തം MLA-ക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന കേസ് വിഷയമാക്കി വലിയ വിഷയമാക്കാനാണ് അവർക്ക് ഇപ്പോഴും താല്പര്യം. അവർക്ക് ഈ പിന്നെ ഗണേഷ് കുമാറിനെതിരെയോ അല്ലെങ്കിൽ മുകേഷിനെതിരെയോ സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഇതുപോലുള്ള വൃത്തികേട് കാണിക്കുന്ന ഭരണകൂടം അതുമായി സമരസപ്പെടുന്ന പ്രതിപക്ഷം, അതാണ് നമ്മളിവിടെ കാണുന്നത്. വേറൊരു പ്രധാനപ്പെട്ട ഒരു വലിയ അപജയം ഇവിടെ ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങളുടെ മേഖലയിലാണ്. നിഷ്പക്ഷമായിട്ടുള്ളൊരു മാധ്യമങ്ങൾ പതിറ്റാണ്ട് കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അച്ചടി മാധ്യമങ്ങൾ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാൻ. ദൃശ്യമാധ്യമങ്ങൾ എല്ലാ കാലത്തും പ്രതിപക്ഷത്തിനൊപ്പമാണ് കേരളത്തിൽ നിന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ അവസ്ഥ വന്നാൽ മരം വെട്ടി പണം ഉണ്ടാക്കിയവൻ ചാനൽ നടത്തുന്നു, ചിട്ടിത്തട്ടിപ്പ് നടത്തിയവൻ പിന്നെ ചാനൽ നടത്തുന്നു. എല്ലാ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളിലും പാർട്ടി ഫ്രാക്ഷൻ. ഞാൻ പേര് പറയുന്നില്ല, പലയിടത്തും പാർട്ടി ഫ്രാക്ഷനുകളുണ്ട്. അപ്പോൾ ഓരോ വിഷയം വരുമ്പോഴും അവരുടെ പാർട്ടി ഫ്രാക്ഷൻ കൂടിയിട്ടാണ് അവർ അതിനകത്ത് എന്താണ് പറയേണ്ടതെന്നുള്ള തീരുമാനിക്കും. അപ്പോൾ ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ കൊഴിലൂത്തുകാരായി അധപ്പതിച്ചു. പേരുകൾ ഞാനൊരു മാധ്യമത്തിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ മിക്കവാറും മാധ്യമങ്ങളെല്ലാം അത് തന്നെയാണ്. എല്ലാ മാധ്യമങ്ങളിലേക്കും ഈ CPM-കാരൻ ഇൻക്ലൂഡ് ചെയ്തു. അവരുടെ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കും. അതിൻ്റെ ഭാഗമായി അവരും ഈ കാര്യത്തിൽ മിണ്ടില്ല. ഇപ്പോൾ ജയതിലകൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർ. ഈ വിമർശനം ഉന്നയിക്കുന്നവർ വേടൻ്റെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ് മാധ്യമങ്ങൾ. വേടൻ അവാർഡ് കൊടുത്തു, വേടന് മുൻകൂർ ജാമ്യം കൊടുത്തു, വേടന് വിദേശത്ത് പോകാൻ അനുവാദം കൊടുത്തു. അതിനെക്കുറിച്ച് മിണ്ടാത്തവരാണ് നടിയെ ആക്രമിച്ച കേസിൽ രാഖി രാമാനം വലിയ വിമർശനങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജയതിലകൻ്റെ വിഷയത്തിൽ എന്തുമാത്രം രേഖകൾ പൊതുമണ്ഡലത്തിലുണ്ട്, പക്ഷേ മാധ്യമങ്ങൾ അത് തൊടുന്നില്ല. അതിൽ 1-2 മാധ്യമങ്ങൾ ഇവനുമായിട്ട് സ്വാർത്ഥ താല്പര്യങ്ങളുള്ളത് ഉണ്ടെന്ന് പറയാം, പക്ഷേ അതില്ലാത്ത മാധ്യമങ്ങളുണ്ട്. അവരതിനെക്കുറിച്ചിട്ട് പിന്നെ മിണ്ടുന്നില്ല. അപ്പം ഭരണപക്ഷം നിശ്ചിത താല്പര്യങ്ങൾക്ക് അടിപ്പെടുന്നു, പ്രതിപക്ഷവും അതിനോട് ഒത്തുചേർന്ന് പോകുന്നു. അതിനനുസൃതമായി നിൽക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ എന്നുമുള്ള നിലയിലും കൂടി വന്നതാണ് ഏറ്റവും വലിയ അപജയമായിട്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഈ ജയതിലകൻ്റെ വിഷയവും ഈ PT കുഞ്ഞുമ്മൻ്റെ വിഷയമൊക്കെ ദൃശ്യമാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അവരും ഈ ഭരണകൂടത്തിൻ്റെ കുടലൂത്തുകാരായി മാറിയത് ഇതിൻ്റെ ഭാഗമായി അവർ നിഷേധം. ശരിക്കും നമ്മൾ ഈ നടിയാക്രമിച്ച കേസിൽ നമ്മൾ എടുത്ത് നോക്കും. നടിയാക്രമിച്ച കേസിൽ യഥാർത്ഥത്തിൽ ആരാണ് പ്രതി? പ്രതി ശരിക്കും ദിലീപാണോ? ദിലീപ് പ്രതിയായിരുന്നു, അയാൾ രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ ദിലീപിനെ ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ട പിണറായി വിജയൻ്റെ പോലീസും പ്രോസിക്യൂഷനും അല്ലേ അവിടെ പരാജയപ്പെട്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നടിയാക്രമിച്ച കേസിൽ വിമർശനം വരേണ്ടത് മുഴുവൻ പിണറായി വിജയനെതിരായിട്ടല്ലേ, പിണറായി വിജയൻ്റെ പോലീസിനെതിരായിട്ടല്ലേ, പിണറായി വിജയൻ്റെ പ്രോസിക്യൂഷനെതിരായിട്ടല്ലേ. യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF-ൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ദിലീപിനെതിരെ വരികയില്ലായിരുന്നു. അന്ന് ഗവൺമെൻറ്റിനെതിരെ മാത്രമേ വരുള്ളൂ. മനസ്സിലായി? അപ്പം ആ നിലയിൽ എല്ലാ മേഖലയിലും ഈ പറഞ്ഞ പോലെ ജീർണത കുമിഞ്ഞു കൂടുന്നതിൻ്റെ ഒരു ഗതികെട്ട അവസ്ഥയിൽ, ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷവും പത്രമാധ്യമങ്ങളും ഒന്നും തന്നെ ഈ ജയതിലക വിഷയം ചർച്ചയാക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.